വയനാടിനായി കൈകോർത്ത് യൂത്ത് ലീഗ്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ വയനാട് ഫണ്ട് സമാഹരണത്തിനായി യൂത്ത് ലീഗ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ തട്ടുകട ഒരുക്കി. തട്ടുകടയിൽ നിന്ന് ലഭിച്ച വരുമാനം മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി. പ്രകൃതി ദുരന്തം വിധിച്ച വയനാട്ടിലെ ജനതയ്ക്ക് കൈത്താങ്ങാകുവാൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ഷാദിഖലി ശിഹാബ് തങ്ങൾ പാർട്ടി 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി നിർമ്മാണ ചെലവിലേക്ക് ആവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നതിനു വേണ്ടിയാണ് യൂത്ത് ലീഗ് മങ്ങാട്ടുകവലയിൽ തട്ടുകട ഒരുക്കിയത്. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലായിരുന്നു കരുതലിന്റെ സ്നേഹത്തട്ടുകട യൂത്ത് ലീഗ് ഒരുക്കിയത്. തൊടുപുഴ മുസ്ലിം യൂത്ത് ലീഗ് നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു തട്ടുകട സംഘടിപ്പിച്ച് ഇതിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സമൂഹത്തിൽ തുല്യതയില്ലാത്ത ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ഒരു സംഭവമാണ്. ആ ദുരന്തത്തിൽ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ ജീവകാരുണ്യ പ്രവർത്തനത്തിനും മുമ്പിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലാണ് മുസ്ലിം ലീഗ് പാർട്ടി ഇത്തരമൊരു സംരംഭമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതിനുള്ള ഒരു എളിയ സംരംഭമാണിത്. ഇവിടെയുള്ള ഈ മുഴുവൻ പൈസയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ തന്നെ ഏതാണ്ട് 13 കോടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം പാർട്ടിയിൽ ആളുകൾ അർപ്പിക്കുന്ന പൊതുസമൂഹം അർപ്പിക്കുന്ന വിശ്വാസമാണ് ബോധ്യമാകുന്നത്. തന്നെയുമല്ല, ആരാണ് പൈസ എന്നത് ആ ആപ്പിൽ കയറുമ്പോൾ നമുക്കറിയാം. നിങ്ങളൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാവുന്നതാണ്. ആദ്യം ആളുടെ ജില്ല ചോദിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് നിയോജകമണ്ഡലം ചോദിക്കുന്നു, പിന്നെ പഞ്ചായത്ത് ചോദിക്കുന്നു, വാർഡ് ചോദിക്കുന്നു, ആളുടെ പേരും വീട്ടുപേരും എല്ലാം. അപ്പോൾ തന്ന ആളുകൾ ആരൊക്കെയാണെന്ന് കൃത്യമായ സുതാര്യമായി ചെയ്യുന്ന ഒരു പദ്ധതിയാണുള്ളത്. തട്ടുകടയിൽ നിന്ന് ലഭിച്ച മുഴുവൻ വരുമാനവും സംസ്ഥാന കമ്മിറ്റിയുടെ ഫണ്ട് കളക്ഷൻ ആപ്പിലേക്ക് യൂത്ത് ലീഗ് കൈമാറി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം MS മുഹമ്മദ്, PM അബ്ബാസ്, KS സിയാദ്, PM നിസാമുദ്ദീൻ, KM നിഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. KM Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Todupuzha.